ഇപ്പോൾ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, പബ്ലിക് പ്രോസിക്യൂട്ടർ, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് മാത്യു, ഇപ്പോൾ ഇതാ വയനാട് മരമുറിയുമായി ബന്ധപ്പെട്ട് പിഴത്തുക ഈടാക്കുക അല്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കുക എന്ന നിർദ്ദേശം വൈത്തേരി ഭൂരേഖ വിഭാഗം തഹസീൽദാറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? നോക്കൂ, ഈ നിയമവിരുദ്ധ മരമുറിയുമായി ബന്ധപ്പെട്ട് KLC, കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ആദ്യമായി എടുത്ത കേസാണിത്. ഫസ്റ്റ് കേസാണിത്. അത് 2021 ജനുവരി മാസത്തിൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ 5 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതിൽ പിഴ സംഖ്യയായിട്ട് 37,27,416 രൂപ വിധിച്ചിട്ടുണ്ട്. ആ സംഖ്യ വൈത്തിരി തഹസിൽദാർ ഈ പ്രതികളിൽ നിന്നും ഈടാക്കേണ്ടതാണ്. ഈ പ്രതികൾ ഈ മരം മുറിച്ചത് സംബന്ധിച്ച ഒരു കുറ്റസമ്മതം വൈത്തിരി തഹസിൽദാർ മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പിഴ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു പറ്റി എന്തെങ്കിലും തരത്തിൽ ഇത് ഞങ്ങൾക്കെതിരെ പിൽക്കാലത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാനും എന്റെ സ്വത്തുവകകളും ഉത്തരവാദി ആയിരിക്കുമെന്ന് ഇതിനാൽ സത്യം ചെയ്തു ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷെരീഫ് വൈത്തിരി തഹസിൽദാർക്ക് മുമ്പാകെ അവിടെ വെച്ച് സത്യവാങ്മൂലവും കൊടുത്തതാണ്. ഇത് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് കോടതി മുമ്പാകെ നിലവിലുള്ളതുമാണ്. ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിനും ഉൾപ്പെട്ട കേസിൽ ഉള്ള അതേ നടപടി തന്നെയാണ് ഇതിലുള്ളത്. ക്രിമിനൽ കേസുകളാണ്. അപ്പൊ ഈ പിഴ ഈടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നടപ്പാക്കേണ്ടതാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബർ 9 ജില്ലാ കലക്ടർ വൈത്തിരി തഹസിൽദാരോട് ഈ പിഴ 7 ദിവസത്തിനകം ഈടാക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷേ തഹസിൽദാർ പിന്നെയും അവിടെ വെച്ച് ഇത് ദീർഘിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് അന്വേഷിച്ചതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് തഹസിൽദാർ ഇത് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും ഇതിനകത്ത് ആ തൃക്കൈപ്പറ്റ വില്ലേജിലെ ഒരു പൊതുപ്രവർത്തനായ മുരളി ജില്ലാ കലക്ടറെ കണ്ട് പറഞ്ഞപ്പോൾ വീണ്ടും കലക്ടർ നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഇതുവരെയും നടപടിക്ക് മുന്നോട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ അവസാനം വില്ലേജ് ഓഫീസിൽ ഫയൽ എത്തിയിട്ടുണ്ട്. പക്ഷെ വില്ലേജ് ഓഫീസർ വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജ് ഓഫീസറുടെ മുകളിൽ എന്തോ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായി. ഏതോ സമ്മർദ്ദത്തിന് വിധേയമായി പിഴസംഖ്യ വസൂലാക്കുന്നത് നടപടി വൈകിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനകത്ത് അറിയാം, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകും ജില്ലാ കളക്ടർ ആയിരുന്ന അദീല അബ്ദുള്ളയുടെയും ഒരു മൗന സമ്മതത്തോടു കൂടിയാണ് ഈ മരം മുറിച്ചതെന്ന് ഈ ഷെരീഫിന്റെയും സുഹറയുടെയും മൊഴിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഉത്തരവിറങ്ങി 24 മരം മുറിക്കാനുള്ള ഉത്തരവിറങ്ങി ഉടനെ ഇവര് ഈ കലക്ടറെയും റവന്യൂ സെക്രട്ടറിയെയും ആയി ബന്ധപ്പെട്ടതായിട്ട് അവരുടെ മൊഴിയിൽ തന്നെയുണ്ട്. അപ്പോൾ മുറിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അതിന് മുറിക്കണ്ട എന്ന ഒരു നിർദ്ദേശം ഈ 2 ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അതിനെ തുടർന്നാണ് അപ്പോൾ മൗന സമ്മതത്തോടു കൂടിയാണ് ഇത് മുറിച്ചത്. മുറിച്ചു കഴിഞ്ഞ് പിന്നീടാണ് ഇവർക്കെതിരെ ഈ നടപടി വന്നത്. അപ്പോൾ ഇത് റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ച കൂടിയാണ്. അല്ലെങ്കിൽ ഇത് അവർക്ക് ആദ്യമേ തടയാമായിരുന്നല്ലോ, മുറിക്കണ്ടെന്ന് പറയാമായിരുന്നല്ലോ. ഇത് മുറിച്ചത് 2020 ഡിസംബർ അവസാന വാരത്തിലാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒക്ടോബറിൽ ഇറങ്ങിയ ഉത്തരവാണ്. ഡിസംബർ അവസാനത്തിലാണ് ഇവർ ഈ മരം മുറിക്കുന്നത്. മരമുറി നിയമവിധേയമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് ജില്ലാ കളക്ടറും റവന്യൂ സെക്രട്ടറിയും ഈ വിഷയത്തെ കണ്ടിരുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഇവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള തെറ്റുമാകാം, ഇവരുടെ കുറ്റബോധം കൂടിയാകാം ഈ പിഴാസംഖ്യ ഈടാക്കാതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, പൊതുഖജനാവിന് വന്ന ഈ വൻ നഷ്ടം, സാമ്പത്തിക നഷ്ടം പിന്നെ ആരിൽ നിന്ന് വസൂലാക്കും? ഇദ്ദേഹത്തിൽ നിന്ന് വസൂലാക്കാൻ റവന്യൂവിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ,
അവരിൽ നിന്ന് ഇത് വസൂലാക്കണം. ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് സമാനമായ രീതിയിലുള്ള നടപടികളാണ് മുട്ടിൽ സൗത്ത് വില്ലേജിൽ നടന്നത്. അവിടെ കിടക്കുന്ന നമുക്കറിയാം 2023 8,29,00,000 രൂപ പിഴ വിധിച്ചിട്ടുണ്ട്. പക്ഷേ പിഴ ഈടാക്കാനുള്ള ഒരു നടപടിയായിട്ട് റവന്യൂ അധികൃതർ മുന്നോട്ട് പോകുന്നില്ല. അതും പകുതി KLC നടപടിയെടുത്ത പകുതി കേസുകളിലെ സംഖ്യയാണ് 8,29,00,000 രൂപ. ഇനി പകുതിയോളം കേസുകളിൽ KLC നടപടികൾ പൂർത്തീകരിക്കാനും കിടക്കുന്നു. വർഷങ്ങൾ 5 കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വെറുതെ റവന്യൂവിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വിധത്തിൽ ഇതെല്ലാം നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ഒരു നടപടിയാണ് കാണിക്കുന്നത്. ഇത് സമീപഭാവിയിലൊന്നും ഇതിനകത്ത് ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ. അത്